പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രിയപ്പെട്ടവർ, നമ്മൾ എന്താണ് ധ്യാനിക്കുന്നത്? 1:10 അനുസരിച്ചുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിന് ഉത്സുകരാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണു പോകാനുള്ള സാധ്യതയാണ്. വീണു പോകാനുള്ള സാധ്യതയത് വീണു പോകത്തില്ലെന്നാണ് പത്രോസ് പറഞ്ഞത്. അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാ. 2 പത്രോസിൻ്റെ 1:10 അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. നിങ്ങൾ വിളി ഉറപ്പിച്ച, തിരഞ്ഞെടുപ്പ് ഉറപ്പിച്ച വീണു പോകത്തില്ല. പക്ഷെ വിളി എന്താണ്? തന്നോട് ആയിരിക്കാനാണ്. പക്ഷേ ആയിരിക്കുമ്പോഴെന്താ കുഴപ്പം? പല സാഹചര്യങ്ങളാണ്. മൈനർ ഇഷ്യൂസ് ഉണ്ടാവും, മേജർ ഇഷ്യൂസ് ഉണ്ടാവും. ചില വചനങ്ങൾ കഠിന വചനങ്ങളായി വരും. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് മത്തായി 19:10. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്ത ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ, കാര്യം വിവാഹ ജീവിതം ഇത്തരത്തിലാണെങ്കിൽ, ചില ആൾക്കാർക്ക് വിവാഹ ജീവിതം കുടിയന്മാരെ കെട്ടിയിട്ട് എന്തുമാത്രം നിറയിക്കുന്നുണ്ട്. ചിലർക്ക് മക്കളില്ല, ചിലർക്ക് സാമ്പത്തിക തകർച്ച. കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ, കാര്യം കുടുംബജീവിതം കൊണ്ടല്ലേ എത്രയോ മനുഷ്യർ ദുരിതം അനുഭവിക്കണത്. അതാണ് ചോദ്യം. കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ കുടുംബമായി ജീവിക്കാതിരിക്കണതല്ലേ നല്ലത്? അങ്ങനെ നല്ലതെന്ന് പറഞ്ഞ ആൾക്കാരാണ് ലിവ് ഇൻ ടുഗദറിന് പോയ ആൾക്കാർ. അതാണ് ഗേ സെക്സ് ഒക്കെ ഉണ്ടായത്. ഇവിടുന്ന് ഉണ്ടായതാണ്, ഈ വചനത്തിൽ നിന്നുണ്ടായതാണ്. ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു ലീവ്. പക്ഷേ ആർക്കാണ്? നിത്യത അനുഭവിക്കുന്നവർക്ക് ഇത് വിഷയമല്ല. നിത്യത അന്വേഷിക്കുന്നവർക്ക് കുടുംബജീവിതം ക്ലേശകരമാണ്. ഞാനൊരു 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് 32 കൊല്ലത്തിനുള്ളിൽ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഫാമിലി ലൈഫ് ഇസ് ടഫ്. പക്ഷേ എന്താ? അതാണ് അപ്പോസ്തലന്മാർ ചോദിക്കുന്നത്. പക്ഷേ സെക്കൻഡ് കോൾ എന്ന് പറയുന്നതിന്, രണ്ടാമത്, അതായത് ഈ വിളി, ഈ കഠിന പദത്തെ, അതുപോലെ ടഫ് സബ്ജക്റ്റ്, ഹെവി സിലബസ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഈ വിഷയത്താണ്. അത് കഠിനമാണ്. ഇനി തിരിച്ചു വരുമ്പോൾ അപ്പോസ്തലന്മാർ വീണ്ടും ചോദിക്കുന്നുണ്ട്, കഠിനമാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. 25 മത്തായിയുടെ സുവിശേഷം 19:25 ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? കഠിനമാണല്ലോ. ഈ വചനം പിന്നീട് ചോദിക്കുന്നത് 6:60 ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? ഈ വചനം കഠിനമാണല്ലോ എന്ന്. എല്ലാവരും കഠിനമാണല്ലോ എന്ന് ചോദിച്ചവരെ പിന്നീട് 6:65 വരുമ്പോൾ നമുക്കറിയാം അവരെല്ലാം പോയി, വിശ്വാസത്തിൽ വീണ് പോയി. അതാ 2 പത്രോസിൻ്റെ 1:10. നിങ്ങൾ വീണ് പോകാതിരിക്കുക, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാൻ ഉത്സാഹം കാണിക്കാത്ത ആൾക്കാർ അവർ വീണ് പോയി. അവർ പോയെന്നല്ല പ്രശ്നം. 6:65 വരെയും യോഹന്നാൻ്റെ സുവിശേഷം പറയുമ്പോൾ പിന്നീട് ഒരിക്കലും അവരവിടുത്തെ യേശു, ഇതിന് ശേഷം 6:66 യോഹന്നാൻ്റെ സുവിശേഷം, ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വീണുപോയി. 2 പത്രോസ് 1:10 അനുസരിച്ചുകൊണ്ട് വീണുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നിന്നില്ല. അപ്പോൾ എപ്പോഴും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന പത്രോസിനോട് കർത്താവ് അങ്ങോട്ട് ചോദിക്കും, ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? പോണോ? എല്ലാവരും പോയല്ലോ. പത്രോസ് പറയുന്ന മറുപടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. 6:68 യോഹന്നാൻ്റെ സുവിശേഷം. നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ആ മനുഷ്യൻ പിടിച്ചു നിൽക്കണം കണ്ടില്ലേ? എന്താണ് പിടിച്ചിരിക്കണത്? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു.
നൗ ഹി ഗോട്ട് എ മച്ചുവർ ഫെയ്ത്ത്. ഈ ഫെയ്ത്തിന് വേണ്ടിയാണ് ചോദിച്ചത്. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു, എന്താ? വിശ്വാസം വർദ്ധിപ്പിക്കണമേ. 17:5 ലുക്കായുടെ സുവിശേഷം. നൗ ഹി ഗോട്ട് എ മച്ചുവർ ഫെയ്ത്ത്. ഇപ്പം എന്താ പറയണത്? 6:69 നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പത്രോസ് ഗ്രാജുവേഷൻ എടുത്ത് വിശ്വാസത്തിൽ ഹെവി സിലബസ് എല്ലാം പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഈശോ പറയണത്, പക്ഷേ ഓസ്മയാസ് നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. കർത്താവ് ഉയർത്തുകയാണ് നമ്മളെ കൊണ്ട് ആത്മാക്കളെ ഏറ്റെടുക്കണ ഒരു അവസരത്തിലേ നമുക്ക് ഇവിടുന്ന് മരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളും കന്നുകാലികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെ കൊണ്ട് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്തിന് വിലയിടിക്കുന്ന രീതിയിൽ അവൻ്റെ നാമത്തിലെ രക്ഷാനുഭവത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാതെ നമുക്ക് മരിക്കാൻ പറ്റത്തില്ല. അതാണ് വിളി ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയണത്. ഇപ്പോഴവനോട് പറഞ്ഞു, പാഷേ ഓവസ്മേയാസ്. അതാണ് 21:15. അവൻ വിശ്വാസത്തെ മച്ചുവറായി കഴിഞ്ഞപ്പോഴേ അവന് കർത്താവ് ഒരു ദൗത്യം കൊടുക്കുകയാണ്. രണ്ടാമത്തെ ദൗത്യം എന്താണ്? എൻ്റെ ആടുകളെ മേയ്ക്കുക. പാഷേ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ലാറ്റിനിൽ. ഈശോ ഉപയോഗിച്ച വാക്ക് ഗ്രീക്കിലാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. പെയ്മനോയ് എന്ന വാക്കാണ് ഈശോ ഉപയോഗിക്കുന്നത്. അത് ഇടയൻ്റെ പണിയ എന്താണ്? ആടുകളെ പെയ്മനോ, അതായത് അതാ വാക്കാണ് ഈശോ ഈ ഗ്രീക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണത്? ടു ഫീഡ്. ഫീഡ് എന്ന് വെച്ചാലേ അതിൻ്റെ അർത്ഥം ഭയങ്കര രസമാണ്. ആത്മീയ അർത്ഥം ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ give the soul what is needed. ഈ പെയ്മനയുടെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ give the soul what is needed എന്നാണ്. അത് ഇടയന് ആടിനെന്താ ഇടയൻ കൊടുക്കണത്? നിശ്ചലമായ ജലാശയമാണ്. സങ്കീർത്തനം 23:2 സങ്കീർത്തനം 23:2 നിശ്ചലമായ ജലാശയം. പിന്നെ എന്ത് കൊടുക്കും? പച്ചപ്പുൽപ്പുറങ്ങളും കൊടുക്കും. ഇതാണ് സങ്കീർത്തനം 23:2. ഇടയൻ എങ്ങോട്ടാണ് നയിക്കണത്? നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിക്കും, പിന്നെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് നയിക്കും. അപ്പം നിശ്ചലമായ ജലാശയം എന്ന് പറയണതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൃപ. ആത്മാവിന് കൊടുക്കേണ്ടത് എന്താണ്? പൈമനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് ദ സോൾ വാട്ട് ഈസ് നീഡഡ്. അതാണ് അതിൻ്റെ വ്യാഖ്യാനാർത്ഥം. ആത്മാവിന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക. എന്താണ് ആത്മാവിന് വേണ്ടുന്ന കാര്യം? ആത്മാവിന് വേണ്ടുന്നത് എന്താണെന്ന് അറിയാവോ? കൃപയാണ്. അതുകൊണ്ടാണ് കർത്താവ് എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാതിരിക്കണതല്ലേ നല്ലത്. കുടുംബജീവിതം ടഫായപ്പോഴേ ഇങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാതിരിക്കണതല്ലേ നല്ലതെന്ന് ചോദിച്ചല്ലേ 19:10. അപ്പോൾ ഈശോ എന്നാ പറയണത്? ഇതിനുള്ള കൃപ ലഭിച്ചവർക്ക് അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. കൃപയാണ്. ഈ കൃപയാണ് ദൈവപൈതലേ എപ്പോഴും പോരായി. ആത്മാവിന് വേണ്ട കാര്യങ്ങൾ എന്താണത്? റിക്വസ്റ്റ് ഫോർ വാട്ട് ഈസ് നീഡഡ് ഫോർ ദ സോൾ. എന്താണത്? ആത്മാവിന് വേണ്ട കാര്യങ്ങൾ എന്താണത്? കൃപയാണ്. നിൻ്റെ ജീവിതത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കാനുള്ള
അവസ്ഥകൾ സങ്കീർണമായിട്ടുണ്ടോ? എൻ്റെ അർത്ഥം എന്താണ്? കൃപ തരാൻ കാലമായി. അത് ആത്മാവിന് വേണ്ട കാര്യമാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അതാണ് ദൈവത്തിലെ മഹത്വം, അതാണ് ദൈവത്തിലെ ബഹുമാനം. റോമർ 2:7 വചനങ്ങളാണ്. അതാണ് അക്ഷയത്വം, അതാണ് നിത്യത. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. എൻ്റെ പേര് അശ്വിനി. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഞാൻ 10/9/2022 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് അമ്മയുമായുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് വീട്ടുകാർ പള്ളിയിൽ ദിവസം പോയി തിരി കത്തിക്കുന്ന വീട്ടുകാരാണ്. അങ്ങനെ ഞാനും കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളും തിരി കത്തിച്ച് അങ്ങനെയൊരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ചെറിയ കടങ്ങളും ബാധ്യതകളും ഒക്കെയായി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഉടമ്പടി എന്താണെന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത്, ഉടമ്പടി നമ്മൾ അമ്മയോട് നമ്മളൊരു പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊരു ഇതാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്നൊരു ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ട് പേടി കൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി ചെയ്തില്ല, ഉടമ്പടി എടുത്തില്ല ഞാൻ. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചേച്ചി പിന്നെ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഇവിടെ വരാൻ, ഈ എൽത്താരയിൽ വരാൻ ഒരു വണ്ടിക്കൂലി പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ ജോലി കിട്ടി. അതിനുശേഷം ഞാൻ, എൻ്റെ കുഞ്ഞ്, ചേച്ചി എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം, എൻ്റെ കുഞ്ഞുങ്ങളുടെ അസുഖം, അങ്ങനെ രീതികളായിരുന്നു, കടങ്ങൾ, കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭർത്താവിൻ്റെ മദ്യപാനം കുറേ നാൾ മുമ്പ് ഉള്ളതായിരുന്നു. അതിൽ ഒരു 10-20 വർഷമായിട്ട് ഭർത്താവിൻ്റെ മദ്യപാനം ഉണ്ട്. അതിൽ ഞാൻ നിയോഗം വെച്ചതിന് ശേഷം ചേട്ടായിക്ക് ചെറിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും വന്നു. ഹോസ്പിറ്റലിൽ പോയി. അതിനുശേഷം അസുഖം മാറാതെ വന്നു. പിന്നീട് ഭർത്താവ് പ്രാർത്ഥനയിലൂടെ വന്നു. ഇടയ്ക്ക് ഒന്നരട വന്ന് ഇവിടെ വരും. ചേട്ടായി ഉടമ്പടി എടുത്തു, എൻ്റെ കൂടെ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലും, ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഇതെൻ്റെ 7ാമത്തെ ഉടമ്പടിയാണ്. ഈ 3 ഉടമ്പടി വരെ ഞങ്ങൾ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതി വെച്ചു. പിന്നീട് ഞാനും എൻ്റെ ചേട്ടായും ആവശ്യങ്ങളൊന്നും പ്രത്യേകിച്ച് എഴുതുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ജീവിതം, അല്ലെങ്കിൽ ഉടമ്പടിയിൽ എന്തൊക്കെ ചെയ്യണം അത് കൃത്യമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് എന്തും ആ സമയമാകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുതരും എന്നൊരു പൂർണ്ണമായൊരു വിശ്വാസം എനിക്ക് എൻ്റെ ചേട്ടനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഉടമ്പടിയിൽ ഒരു നിയോഗം ഞങ്ങൾ വെച്ചിട്ടില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹ സാക്ഷികളാക്കി ഉയർത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾ ഇന്നേ വരെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ 2-3 പത്രങ്ങൾ കാണുന്ന ശേഷം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിർത്തി. പിന്നെ ഓരോരോ വീടുകളിലും പോയി ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കും, ഞങ്ങളുടെ കാര്യങ്ങൾ പറയും. അതിനുശേഷം പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചില സമയങ്ങളിൽ ഞങ്ങൾ കയറ്റില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൈഡിൽ ഞങ്ങൾ കൊടുത്ത് പൊതിച്ചോറ് കൊടുക്കും. ഓൾഡ് ഏജ് ഹോമിൽ പോകും. ഇപ്പം ഞാൻ സ്ഥിരമായിട്ടൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട്, അപ്പച്ചന്മാരുടെ അടുത്ത്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണു. മൂത്ത മകന് 1.5 വയസ്സായപ്പോൾ മുതൽക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു, തുമ്മൽ. പിന്നെ അതുപോലെ തന്നെ അവന് ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിച്ച് കഴിഞ്ഞാൽ മുഖമൊക്കെ വീർത്ത് അലർജിയാണ്, ശ്വാസതടസ്സം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഉടമ്പടി തൈലം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂലം അവനിപ്പോൾ രോഗം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. പേര് സുനിൽ. ഞാൻ ഉടമ്പടി എടുത്തത് 3/9/2023 എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വച്ചിരുന്നത് എൻ്റെ ഈ ഇളയ മകന് എവിടെ ഒരു പൊതുസ്ഥലത്ത് ചെന്നാലും പുള്ളി ആകെ ടെൻഷനായിട്ട് കുഴഞ്ഞു വീഴുക. അത് കുറേ നേരം കഴിയുമ്പോൾ പുള്ളി ഓക്കെ ആവും. ഒരാൾക്കാരെ കണ്ട അപ്പോൾ പുള്ളി കുഴഞ്ഞു വീഴും. അപ്പോൾ ഞാനത് ആദ്യം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു, ശരിയായില്ല. എൻ്റെ ഉടമ്പടി അത്ര കറക്റ്റായിട്ട് ഞാൻ കൊണ്ടുപോയില്ല. പിന്നെ എൻ്റെ 4ാമത്തെ ഉടമ്പടിയിൽ ഞാൻ ഇത് തന്നെ വെച്ചു. അപ്പോൾ ഇവനൊരു പല്ലുവേദന വന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പറഞ്ഞു, ഇന്ന് ഇവൻ കുഴഞ്ഞു വീഴാതെ ഇരിക്കുകയാണെങ്കിൽ ഈ പത്രം മുഴുവൻ ഞാൻ ഇവനെ കൊണ്ടുവന്ന് കൊടുപ്പിക്കും. അന്ന് മുതൽ ഇന്ന് വരെ അവനങ്ങനത്തെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. എവിടെയും പോവാം, ഏത് കല്യാണ വീട്ടിലും പോവാം. അങ്ങനെ നല്ലൊരു സൗഖ്യം മാതാവ് തന്നു. പിന്നീട് ഞാൻ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്, വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ വർക്ക്ഷോപ്പിലുള്ള കൂട്ടുകാരൊക്കെ എന്നോട് പറയും, നിനക്ക് ഈ അന്ധവിശ്വാസമായിട്ട് നടക്കാണ്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയി കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇതിന് ഒരു തിരിച്ചടി ഇവർക്ക് വേറൊന്നുമല്ല, എൻ്റെ ഈ വിശ്വാസം നല്ലതാണ് ഇവരെ കൊണ്ട് പറയിപ്പിക്കണം. അങ്ങനെ എനിക്കൊരിക്കലും ഒരു അവസരം വന്നു.
ഞാനത് അവരായിട്ട് അങ്ങനെ ഒരു ഇതിൽ ബെറ്റ് വെച്ചു. ഞാനതിൽ വിജയിക്കുകയും ചെയ്തു. മാതാവിൻ്റെ ആ സാന്നിധ്യത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. അതിൽ ആ ബെറ്റ് വെച്ച ഒരാളെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ അവരാരും എന്നെ കളിയാക്കലോ ഒന്നുമില്ല. നീ ഇപ്പോൾ എപ്പോഴാണ് പള്ളിയിൽ പോണേ അങ്ങനെ ചോദിച്ച് അങ്ങനെ മാതാവ് എനിക്കൊരു കൃപ തന്നു. പിന്നെ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് 3 വർഷമായി. ഈ 3 വർഷം എന്ത് ബാധ്യതകൾ വന്നാലും ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഒരു 4000 രൂപ കൊടുക്കേണ്ടത്. കറക്റ്റ് ആ ടൈമിംഗ് ആകുമ്പോൾ എവിടെ നിന്നെങ്കിലും എനിക്ക് ആ പൈസ കിട്ടും. അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വലുതും ചെറുതുമായ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് മുഖാന്തരം കിട്ടിയിട്ടുണ്ട്. പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊച്ചിങ്ങക്കായൽ ഒരു ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നാലും നേർച്ച വസ്തുക്കൾ കൊടുക്കും അമ്മയ്ക്കും അച്ഛനും. പിന്നെ അച്ഛനൊക്കെ എന്നേക്കാളും വലിയ മദ്യപാനിയായിരുന്നു. പക്ഷേ അച്ഛനും മദ്യപാനം നിർത്തി. ഇപ്പോൾ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ചെറിയൊരു അത്ര വലിയ വീടല്ലെങ്കിൽ ചെറുതാണെങ്കിലും നല്ലൊരു സ്വർഗം പോലെയാണ്. അമ്മയ്ക്ക് സ്റ്റോക്ക് വന്നു. അത് ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ്. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാരനും മാതാവിനും കോടാനുകോടി നന്ദി. 56 സങ്കീർത്തനം 8 തിരുവചനം അരുളി ചെയ്യുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ. സുനിൽ കുമാർ VK, അതുപോലെ അശ്വിനി സുനിൽ ദമ്പതികൾ 2 പേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു. ആദ്യം അശ്വിനിയാണ് ഉടമ്പടി എടുത്തത്. അശ്വിനി 7ാമത്തെ ഉടമ്പടി പുതുക്കലാകുമ്പോൾ സുനിൽ 4ാമത്തെ ഉടമ്പടി പുതുക്കി തങ്ങളുടെ ഉടമ്പടി ജീവിതം തുടരുകയാണ്. ഇന്ന് തങ്ങളുടെ വീട് ചെറുതാണ്, എന്നാൽ അതൊരു സ്വർഗമാണെന്നാണ് സുനിൽ പറയുക. ഞാനൊരു മദ്യപാനിയായിരുന്നു, എൻ്റെ അച്ഛൻ അതിനേക്കാൾ വലിയ മദ്യപാനിയായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല. ഞങ്ങളിന്ന് പരിപൂർണമായിട്ട് ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം ലഭിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് ഈ മക്കൾ പറയുക, ഞങ്ങളിന്ന് നിയോഗങ്ങളൊന്നും വെക്കുന്നില്ല. എന്ന് അമ്മയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടതാണെന്ന് തോന്നുന്നോ അന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചാൽ മതി. ഞങ്ങൾക്ക് വേറെ നിയോഗങ്ങളൊന്നുമില്ല. വിശുദ്ധിയോടെ ജീവിക്കണം, മരണം വരെയും ഉടമ്പടി ജീവിതം തുടരണം. അക്രൈസ്തവരായ മക്കളാണ് ഇതിവിടെ വന്ന് പറയുക. അവർക്ക് കടങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കടബാധ്യതകളും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ അവരുടെ നിയോഗങ്ങളൊന്നും അവർ വെക്കാറില്ല. എല്ലാം ഈശോയുടെ ഇഷ്ടം. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. നാം നമ്മുടെ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആ നിയോഗങ്ങളുടെ പുറകെ പോകുമ്പോൾ ദൈവത്തെ നമ്മുടെ പുറകിലാക്കുകയാണ്. നിയോഗങ്ങളാകും നമ്മുടെ ദൈവം. എന്നാൽ ഇന്ന് കുടുംബങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, ദൈവത്തെ മാത്രം മതി. തൻ്റെ കൂട്ടുകാരുടെ അടുത്ത് നീ അന്ധവിശ്വാസത്തിലാണ് നീ പോകുന്നത്, നീ കൃപാസനത്തിൽ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുന്ന കൂട്ടുകാരുടെ അടുത്ത് തനിക്ക് തക്കതായ ഒരു സാഹചര്യം കിട്ടി. അങ്ങനെ ഈ മകൻ തന്നെ വെല്ലുവിളിച്ച വ്യക്തിയെയും കൊണ്ട് ഇവിടെ വരുന്നു. പിറ്റേ ദിവസം തന്നെ ഇന്ന് അവർക്ക് ആർക്കും ഈ മകനോടൊന്നും പറയാനില്ല, കളിയാക്കലില്ല. അതുപോലെ തൻ്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം, ആൾക്കൂട്ടത്തെ ഭയമുള്ള കുട്ടി, കുഴഞ്ഞു വീഴുന്ന കുട്ടി. ഇന്നിപ്പോൾ സുനിലാണ് പറയുക, എൻ്റെ മകൻ്റെ ഈ അസ്വസ്ഥത മാറണം, അവനെക്കൊണ്ട് ഞാൻ കൃപാസന പത്രം മൊത്തം കൊടുപ്പിച്ചു കൊള്ളാം. ആ മാസം കൊണ്ടുപോയ പത്രം പിന്നീട് ഇന്ന് വരെയും ആ മകൻ അത് വന്നിട്ടില്ല. ഇന്നവൻ വളരെ ആക്റ്റീവാണ്, എവിടെയും പോകുന്നു. അതുപോലെ തൻ്റെ അമ്മയുടെ രോഗസൗഖ്യവും ഒക്കെ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. അത് എവിടെയാണെന്ന് രാത്രിയൊക്കെ ഞാൻ അന്വേഷിച്ച് തന്നിട്ടും കണ്ടില്ല. ഞാൻ എന്നിട്ട് എനിക്കിവൻ അത് ഉമ്മ വെച്ചിട്ട് കിടക്കാതെ ഉറങ്ങില്ലായിരുന്നു. ഇവരെന്നിട്ട് ഒരു 10 മണിയായപ്പോൾ എന്നോട് ചോദിച്ചു, മാതാവിന് കാശുരൂപം അതായി എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം പോയി, എനിക്കത് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ രാത്രി തന്നെ തീരുമാനിച്ചു, ഞാൻ ഇനി നാളെ നമുക്ക് ജോലിക്ക് പോകുന്നില്ല. എനിക്ക് കാശുരൂപം കിട്ടാതെ എനിക്കത് ഒരു സ്റ്റെപ്പ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. രാത്രി ഞാൻ കിടന്ന് ഒന്ന് മയങ്ങിയെന്ന് പറയാം. ആ സമയത്ത് എനിക്കൊരു സ്വപ്നം കാണാണ്, ഇന്ന സ്ഥലത്ത് കാശുരൂപമുണ്ട് എന്നൊരു സ്വപ്നം കണ്ടു. ഞാനതങ്ങ് കിടന്ന് മയങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, അന്വേഷിക്കണം. അപ്പോഴാണ് എനിക്ക് രാത്രി കണ്ട ഒരു സ്വപ്നം ഞാൻ ഓർത്തത്, ഇങ്ങനെ കാശുരൂപം കാണുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കൃത്യമായിട്ട് ആ ഒരു കാശുരൂപം എനിക്കത് കിട്ടി.
പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മാതാവിനെ എല്ലാവരും കണ്ടു എന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ കാണുന്നില്ല, അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും, എൻ്റെ ഉടമ്പടി നന്നാവട്ടെ, അപ്പോൾ എനിക്കും കാണാം മാതാവിനെ എന്ന് പറഞ്ഞു. ഒരിക്കൽ ചേച്ചി എന്നോട് പറഞ്ഞു, ചേട്ടായിയുടെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ജപമാല രാവിലെ 3 മണിക്ക് ചൊല്ലുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഒരു 12 കാലമായിപ്പോൾ ഞാൻ കണ്ണ് തുറന്നപ്പോൾ 12 കാലം. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ 3 മണി ആയില്ലല്ലോ, 3 മണി ആകുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞു ഞാൻ കിടന്നു. ലേറ്റ് ഇട്ടിട്ട് തന്നെ ഞാൻ കിടന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞ് ആ സമയമായപ്പോഴത്തേക്കും മാതാവ് നീല രൂപത്തിൽ ഒരു മെഴുകുതിരിയും പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ മുമ്പിൽ. ഞാൻ എണീറ്റ് നിന്ന് ഞാൻ മാതാവിനെ ശരിക്കും കാണുകയാണ്. ഞാൻ ചേട്ടാനെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ തിരിഞ്ഞ് നോക്കൂല. എനിക്കറിയാം മാതാവ് എൻ്റെ മുമ്പിൽ നിന്ന് ഇപ്പം തന്നെ മായുമെന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് നേരം മാതാവിനെ നോക്കുന്നത്, മാതാവ് മെഴുതിരിയും പിടിച്ചുകൊണ്ട് നിന്നിട്ട് മാതാവ് എൻ്റെ മുഖത്തേക്ക് ചെറുതായിട്ട് പുഞ്ചിരിച്ചു. അതിനുശേഷം പയ്യെ മാതാവ് ഇങ്ങനെ മാഞ്ഞു പോയി. ഞാനപ്പോൾ ചേട്ടായിട്ട് ഞാൻ പറഞ്ഞു, അമ്മേനെ ഞാൻ കണ്ടു, അമ്മ വന്നു, എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു, നീ ഇപ്പോൾ അപ്പച്ചമാരുടെയൊക്കെ അടുത്ത് പോണില്ലേ, അതുകൊണ്ട് നിന്നെ മാതാവിന് ഇഷ്ടമായി തുടങ്ങി, അതുകൊണ്ടാണ് മാതാവ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു മാതാവിനെ കാണാൻ എനിക്ക് അനുഗ്രഹം കിട്ടി. എൻ്റെ പേര് ജെസി പീറ്റർ. ഞാൻ കുത്തിയതോട്, ചേർത്തല കുത്തിയതോട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഇടവക പറയകാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 നവംബർ 1-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് കടബാധ്യതയാണ്. 7-8 വർഷമായി 8 ലക്ഷം രൂപയുടെ കടബാധ്യതയാൽ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ 2 പെൺകുട്ടികൾ UK പഠിക്കാനായി പോയി. അവരുടെ ഉപരിപഠനവും അവരുടെ വിവാഹവും എന്നെ കൂടുതൽ കടബാധ്യതയിലേക്ക് എത്തിച്ചേർത്തു. ഈ നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ വലിയ വിഷമത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ ദിവസവും പള്ളിയിൽ പോകും, കൊന്ത ചെല്ലും, പ്രാർത്ഥിക്കും, നല്ലൊരു വിശ്വാസിയാണ്. കൃപാസനത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം, അമ്മ മാതാവിനെ അറിയാം. എന്നിരുന്നാൽ പോലും ഇത്ര അടുത്താണെങ്കിലും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ്. എന്നാലും കൃപാസനത്തിലേക്ക് വരാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായിട്ടില്ല. ഇങ്ങനെ കടബാധ്യതയുടെ നടുവിൽ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. പെട്ടെന്ന് തന്നെ യൂട്യൂബ് ഓപ്പണായി കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയും മാതാവിൻ്റെ രൂപവുമാണ് തെളിഞ്ഞു വന്നത്. എനിക്കൊന്നും തോന്നിയില്ല. സാധാരണ പോലെ തന്നെ ഞാൻ മൊബൈൽ ഓഫ് ചെയ്തു. ഞാൻ വീട്ടിലേക്ക് പോയി. ഞാനൊരു ഗവൺമെൻറ് പ്രീ പ്രൈമറി സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അന്നേ ദിവസം ഒരു 4 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഈ മൊബൈൽ താഴെ വീണു. ഈ 4 പ്രാവശ്യവും തെളിഞ്ഞു വന്നത് കൃപാസന മാതാവിൻ്റെ ഈ ഫോട്ടോയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ എന്നെ വിളിക്കുന്നുണ്ട്, അമ്മ എന്നെ കൃപാസനത്തിൽ എത്തിച്ചേരുവാനായിട്ട് അമ്മ എന്നെ വിളിക്കുന്നുവെന്ന് സത്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ ഒന്നും ആലോചിച്ചില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് കൃപാസനത്തിൽ പോകണമെന്ന് കരുതി രാവിലെ എഴുന്നേറ്റു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ഇവിടെ മഹാജപമാല റാലി നടക്കുന്ന ദിവസമാണെന്ന്. നേരെ ഇവിടെ വന്നു. ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. ജപമാല റാലിക്ക് ശേഷം വീട്ടിൽ ചെന്നിട്ട് നവംബർ 1-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നവംബർ 1 ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി ജീവിതം തുടങ്ങി. പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി കാരുണ്യ പ്രവർത്തികൾ ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ എനിക്ക് 2 വീലറിൽ സഞ്ചരിച്ച് ഒത്തിരി ദൂരം കൊണ്ടു നടന്ന് കൊടുക്കും. ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണുകയും ഉപ്പും എണ്ണയും വെഞ്ചരിച്ചത് കൊണ്ട് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കും. അവിടെ ഒരു അനാഥാലയമുണ്ട് പള്ളിത്തോട്ടിൽ, അവിടെ പോയി അവരെ കാണുകയും അവിടെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ എൻ്റെ കാരുണ്യ പ്രവർത്തികളും പ്രാർത്ഥന ജീവിതവുമായി ഞാൻ മുന്നോട്ട് പോയി. 3 മാസം കഴിഞ്ഞു. എൻ്റെ കടബാധ്യതയിലെ യാതൊരു മാറ്റവും വന്നില്ല. എന്നാലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്ന സമയം ഞാൻ ഒരു ദിവസം, അന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ വൈകുന്നേരമാണ് കുർബാന. 3 മണിയുടെ കരുണക്കൊന്ത ചെല്ലിയതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിൽ മേളിലത്തെ നിലയിൽ ജനൽ അടച്ചിട്ടില്ല എന്ന് തോന്നി. അടയ്ക്കുവാനായി ഞാൻ മേളിലേക്ക് കയറി. കയ്യിൽ കൊന്തയുമുണ്ട്. റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് വലിച്ചടച്ചപ്പോൾ പിടിവിട്ടു പോയി. അങ്ങനെ തന്നെ താഴേക്ക് പോന്നു. നേരെ വന്ന് താഴെ വീണു. മലർന്ന് വീണ ഞാൻ നേരെ വന്ന് വീഴുന്നത് കമിഴ്ന്നാണ്. മാതാവിൻ്റെ സംരക്ഷണം ഞാൻ അറിഞ്ഞു. എനിക്കൊരു പോറൽ പോലും ഉണ്ടായില്ല. അമ്മ എന്നെ കൈകളിൽ താങ്ങി. അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണം കൊണ്ട് എനിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡ് പണി നടക്കുകയാണ്. മുന്നിൽ വലിയൊരു കുഴി. വണ്ടി പുറകിൽ നിന്ന് ഹോൺ അടിക്കുന്നതുകൊണ്ട് ഞാൻ ആകെ പാനിക്കായി. വണ്ടി സൈഡിലേക്ക് ഒതുക്കാൻ നോക്കിയപ്പോൾ ഒരു വലിയ കുഴിയായിരുന്നു. ഞാൻ ഉടമ്പടി കാശുരൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചേച്ചി ചേച്ചി എന്ന് ഉറക്കെ വിളിച്ചു. ഞാൻ എൻ്റെ അമ്മ മാതാവേ എന്ന് വിളിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഒരു പേപ്പർ പോലെ
ഞാൻ പൊങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് എനിക്കുണ്ടായത്. ആ കുഴിയുടെ അപ്പുറത്തേക്കാണ് എൻ്റെ 2 വീലർ ചെന്ന് നിന്നത്. എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി പോലും വന്നില്ല. വളരെ സുരക്ഷിതയായി ഞാൻ റോഡിലൂടെ പോകേണ്ടി വന്നു. അവിടെയും ഞാൻ എൻ്റെ അമ്മയുടെ കൈത്താങ്ങ് അനുഭവിച്ചറിയുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി വീണ്ടും ഞാൻ 2024 ഫെബ്രുവരി 2-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ സങ്കടം പറഞ്ഞു. എനിക്ക് കടബാധ്യത അങ്ങനെ തന്നെ നിൽക്കുന്നല്ലോ അമ്മേ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ പോലും എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ 101 ജപമാല ചെല്ലുന്നൊരു വ്യക്തിയാണ്. ഞാൻ പ്രത്യേകം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാനൊരു നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കും. ഞാൻ ഓരോ ജപമാലകൾ ചെല്ലുമ്പോഴും അതിൽ കുറിച്ച് വയ്ക്കും. അങ്ങനെ 2 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ടൊക്കെ 101 ജപമാല തെല്ലി തീർത്തതിന് ശേഷമാണ് ഞാൻ ജപമാല സമർപ്പണം നടത്തുന്നത്. അങ്ങനെ പല പ്രാവശ്യം ഞാൻ ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെയായി മുന്നോട്ട് പോയി. 2024 2-ാം മാസം ഉടമ്പടി പുതുക്കിയതിന് ശേഷം ജൂലൈ 12-ാം തീയതി എൻ്റെ കുട്ടികൾ 2 പേരും UK യിലാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളയ മോളുടെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി അപ്പച്ചനും വീട്ടിലുണ്ടോ, ഞങ്ങൾ അതുവഴി വരുന്നുണ്ട്, ഒന്ന് കയറാനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പച്ചനില്ല, മദ്രാസ് പോയിരിക്കുവാണ്, അദ്ദേഹം ഡ്രൈവറാണ്, ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. 13-ാം തീയതി വൈകിട്ട് 8 മണിയോടുകൂടി മോളുടെ 2 കൂട്ടുകാരെൻ്റെ വീട്ടിലേക്ക് വന്നു. അവർ പറഞ്ഞു അമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. പുറകെ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മകൾ അവരുടെ കൂടെയുണ്ട്, UK യിലുള്ള. അവളെ കണ്ട് ഞാൻ വാവിട്ട് കരഞ്ഞു, കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഒത്തിരി കരഞ്ഞു. അവൾ പറഞ്ഞു അമ്മച്ചി വിഷമിക്കേണ്ട, അമ്മച്ചിക്കുള്ള 8 ലക്ഷം രൂപയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. UK യിൽ നിന്ന് എൻ്റെ മോള് എൻ്റെ കടബാധ്യതയെ തീർക്കാനുള്ള പണവുമായി എന്നോട് പോലും പറയാതെ എൻ്റെ വീട്ടിലെത്തി. സമയചുരുക്കത്തിൻ്റെ അമ്മ. 8 വർഷമായി ഞാൻ കഷ്ടപ്പെടുന്നു 8 ലക്ഷം രൂപയ്ക്ക്. 3 മാസം കൊണ്ട് സമയചുരുക്കത്തിൻ്റെ അമ്മ അതെല്ലാം വളരെ വേഗം എനിക്ക് തീർത്ത് എനിക്ക് വഴി കണ്ടെത്തി തന്നു. അമ്മയ്ക്കും തൃക്കുമാരനും കോടാനുകോടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ. പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടാതെ ആരും വിഷമിക്കണ്ട. കാരണം സമയചുരുക്കത്തിൻ്റെ അമ്മ തക്ക സമയത്ത് ഇടപെടുകയും എല്ലാം നമുക്ക് നിറവേറ്റിത്തരികയും ചെയ്യും. നിൻ്റെ ഗുരു നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല എന്ന വചനം എന്നെ ആശ്വസിപ്പിച്ചു. ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി.